ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. ചുമ്മാ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ വർക്കല എന്നിറങ്ങാമെന്ന് വിചാരിച്ചു. വർക്കല ക്ലിഫ്. വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളാണെങ്കിൽ ഒന്ന് പോയിരിക്കണം. ആ അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങൾ വർക്കല ക്ലിഫിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബാംബു വില്ലേജ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ നമ്മൾ എടുക്കുന്നു. അത്യാവശ്യം അഫോർഡബിളാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു രണ്ട് ബോസ് കണ്ട്, രണ്ട് പിള്ളേരോടെ ഇങ്ങനെ ചെറിയ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതേപോലെ റൂംസ് അവൈലബിൾ ആണോന്ന് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മമാർ പറഞ്ഞ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ സംഭവമുണ്ട്. ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. ഞങ്ങളിവിടെ ഈ ഒരു ബാംബു വില്ലേജ് എന്ന റിസോർട്ടിൽ വന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ അങ്ങോട്ട് മധുരൈ വഴി ബാംഗ്ലൂർ പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി നാളെ ഇല്ലായ്മയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ബാംബു വില്ലേജ്. സംഭവം പൊളിയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളൊക്കെ ആദ്യം എൻ്റെ കൂട്ടുകാരായിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു സാധനം ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഇത് മോർണിംഗ് വരുമ്പോൾ ഭയങ്കര വൈബായിരിക്കും. കാരണം ക്ലിഫിൻ്റെ ഏറ്റവും ടോപ്പാണ്. പിന്നെ രാവിലെ മോർണിംഗ് വരുമ്പോൾ ഫുള്ള് ഭയങ്കര മൂഡായിരിക്കും. രാവിലെ വരുമ്പോൾ ഇവിടെ ഫുള്ള് വെട്ടാൻ വേണ്ടി നല്ല രസമായിരിക്കും. രാവിലെ കാണാൻ അവസ്ഥ അടിപൊളി. ഇപ്പം രാവിലെ രാത്രി കണ്ണൂർ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ അടിപൊളി പുത്തൂരം വീട്ടിൻ്റെ എന്താ അറിയോ, ഇവിടെ പൊളിങ്ങനുണ്ട്. അതായത് ഡേഞ്ചറാ. അപ്പുറത്തേക്ക് ക്ലിഫേ ഇടിയുന്നുണ്ട്. അടിപൊളിയേ. അപ്പൊ നമ്മള് രാവിലെ ആയി കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, വാ നമുക്ക് വർക്കല കാണാം, ക്ലിഫ് കാണാം. വർക്കല കണ്ടു, ഈ ക്ലിഫ് കാണാം. രാത്രിയിൽ നിങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ രാവിലെ മോർണിംഗ് വൈബ് പിടിക്കാനായിട്ട് നമ്മള് വെള്ളോട്ട് പോവുക. എന്താ എന്താ അതിലെ ഇടലോ സ്കി അടിപൊളി. നടക്കാം. സാന്റക്ലാ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇത് കേരളം തന്നെയാണെന്ന് തന്നെ സംശയിച്ചു. നമ്മുടെ കേരളത്തില് ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാല് അത് ഈ വർക്കല ക്ലിഫ് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഗോവയാണ്. ഇത് തനി ഗോവ. ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാല് നല്ല ഒന്നാം തരം റേറ്റ് ഉള്ള കൂട്ടത്തിലാട്ടോ. ഇത് തനി ഗോവ. ഗോവ ഇത്ര അറപ്പില്ല. ഒരുമാതിരി സായിപ്പാരെ പഠിക്കുന്ന പോലെ ഒരു സാധനങ്ങൾ ഇട്ടിട്ട് ചുമ്മാ ഒരു ദോശ, മസാല ദോശ എടുപ്പിച്ചിട്ട് 250-150 കേട്ടോ. പിന്നെ ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറി, മോഹൻസ് കഫേ. ഒന്നും കുഴപ്പമില്ല. മസാലദോശ മതി. കാര്യം പറഞ്ഞാലേ ഇവിടെ അഫോർഡബിൾ ആയിട്ടൊരു ഹോട്ടൽ കിട്ടിയതല്ലോ. മോഹൻസ് കഫേ കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഈ കേറുമ്പോ ആവോ, എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. ഇറങ്ങി നമുക്ക് ബീച്ച് വൈബും പിടിച്ച് കേറി വരാം.
അല്ലാണ്ട് എന്താ ചെയ്യാ, ഇറങ്ങിപ്പോയില്ലേ. നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചാല് നമ്മള് നടന്ന് ഒരു പരുവായി. അപ്പൊ ഞങ്ങള് ചെക്കൗട്ടിലേക്കുള്ളൊരു തീരുമാനത്തിലാണ്. ആ തീരുമാനം അപ്പൊ നമ്മളിപ്പോ മധുരയിൽ എത്തിയിട്ടാണ്. 1-2 മണിക്കൂറൊക്കെ മുമ്പെത്തിയതാണ്. ഈ റൂംസിന്റെ ചെറിയൊരു തെരച്ചിലില് ഇപ്പോഴൊന്ന് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ രാത്രി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി മധുരയിൽ ഇറങ്ങിയാണ്. നാളെ രാവിലെ മധുരയിൽ എന്തെങ്കിലും ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഇറങ്ങുന്നതാണ്. ഇപ്പൊ നമുക്ക് മധുര ഒന്ന് കറങ്ങാം. രാത്രിയിൽ ഒരു നൈറ്റ് വൈബ് കിട്ടുമെന്ന് നോക്കാം. നമ്മളിതൊരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാ. ഇവിടെ ചിക്കൻ ബിരിയാണി ഇച്ചിരി റേറ്റ് കൂടുതലല്ലേ, 140. ഇതെല്ലാം കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. നോട്ട് ബാഡ്. ഹലോ ഗൈസ്, നമ്മളിപ്പോ മധുരയില് രാത്രി 11 മണിക്ക് ശേഷം ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. ക്ലോസ് ആയില്ലെങ്കിൽ കിറുക്കന്മാര് വന്ന് ഇത് അടപ്പിക്കും. ഇന്നത്തെ വിഷയമുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം ക്ലോസ്. ഞങ്ങളിവിടെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്, പക്ഷെ നടന്നില്ല. ഇവിടെ എല്ലാം ക്ലോസ്. നമുക്കൊന്ന് ചെന്നൊന്ന് മുട്ടി നോക്കാം. ഓക്കെ, എന്റെ വൈഫ് ഉണ്ടല്ലോ, എപ്പോ നോക്കിയത് അവകാടോ മരിച്ചെടുത്തോ. അപ്പൊ ഇന്നലെ ഞങ്ങള് നൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡേ ആയി. നല്ല മധുര എത്തിയായിരുന്നല്ലോ. ഈ അടുത്ത് ഞങ്ങള് ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയാണ്. അതിൻ്റെ രാവിലെ അതിനായിട്ടൊരു തയ്യാറെടുപ്പാണ്. ഇന്നലെ ഇവിടെ മധുരയിൽ നിന്ന് ഫുഡ് കഴിച്ച് നേരെ സേലം വഴി ബാംഗ്ലൂർ. അതാണ് നമ്മുടെ റൈഡ്, അടുത്ത റൈഡ്. അപ്പോൾ രാവിലെ പെട്ടിയെല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്തു. ബൈക്കിലെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ബക്കറ്റ് ചെയ്യുക, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്തുണ്ട്. ഇടയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കുഴപ്പമില്ല. ലൈഫില് ബാക്കി ഇരിക്കുമ്പോൾ സേലത്താണ് കഴിക്കാനായിട്ട്.
ഞങ്ങൾ സേലം വിട്ടു ബാംഗ്ലൂരിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അതിന് വരുന്ന വഴിയൊക്കെ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെയിലുണ്ടായിരുന്നു, പക്ഷെ വലിയ അഗാധമായിട്ടില്ലായിരുന്നു. ബാംഗ്ലൂരിട്ട് അടുത്തോണ്ടിരിക്കുമ്പോൾ തണുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കാലാവസ്ഥ നല്ല തണുപ്പാന്നാണ് കേട്ടറിയുന്നത്. ഇപ്പൊ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തണുപ്പ് കൂടിക്കൂടി വരുന്നത്, മുന്നോട്ട് നിൽക്കുമ്പോൾ തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു കോഫി കുടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല കോഫി.